നിങ്ങൾ തമ്മിലൊരു റൈവലറിക്ക് കാരണം എന്താണ്? ആക്ച്വലി നിങ്ങൾക്കെതിരെ അവർ തിരികെ നിങ്ങൾ ആദ്യം സുഹൃത്തുക്കളായിട്ടൊന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടി വിളിച്ചതല്ലേ? പിന്നെ നിങ്ങൾ തമ്മിൽ ആ ഇഷ്യൂ വരാനുള്ള കാരണം? നമ്മൾ തമ്മിൽ ഇഷ്യൂ വരാനുണ്ടായ കാരണമാണ് റസൂൽ പൂക്കുട്ടിയും അയാളുടെ ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ അംഗീകരിക്കുള്ളൂ. നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ത്രെട്ടനിങ്ങിനെ ഞങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞ് അവർക്ക് സംസാരിച്ചതിൻ്റെ ബേസിസിലാണ് അവർ എനിക്കെതിരെ ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ടാക്കിയത്. പുള്ളിയുടെ വൈഫിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെതിരെയാണ് വൈഫിനെ സപ്പോർട്ട് ചെയ്തതും ഫിറോസ് ഖാൻ നടത്തിയ പരാമർശങ്ങളിൽ ഞങ്ങൾ ആണ് അയാൾക്കുള്ള പ്രൂഫുകൾ കൊടുത്തതെന്നുള്ള, അതായത് ഫിറോസ് ഖാൻ ഇവരുടെ ഭർത്താവ് അവർ കൊടുത്തിരിക്കുന്ന അവർ പറഞ്ഞ വീഡിയോകളിലൊക്കെ റെക്കോർഡിക്കൽ സാധനങ്ങളെല്ലാം നമ്മളാണ് അവർക്ക് കൈമാറിയെന്നുള്ള തോന്നലിന്റെ പുറത്താണ് ആ സ്ത്രീ അത് ചെയ്തിരിക്കുന്നത്. നിങ്ങളാണ് ആ ഒരു വ്യക്തി വൈരാഗ്യം, അങ്ങനെയാണ് വ്യക്തി വൈരാഗ്യം എന്നാണ് അവർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വസ്തുത ഉള്ളൊരു കാര്യം, അവരുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അതാണ് കാര്യം. റിലേഷൻഷിപ്പ് അറിയാമായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പിൽ പറഞ്ഞിരുന്നത് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചതാണ്. റസൂൽ കുട്ടിയും ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചവരാണെന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് ലീഗലി ആയിരിക്കുമല്ലോ എന്നല്ലേ നമ്മൾ കരുതുന്നത്. മാത്രമല്ല മുസ്ലിംസിന് 2-3 കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ ഫിറോസ് ഖാനുമായിട്ട് ഡിവോഴ്സ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ ആ പ്രൈവസി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അന്ന് ശരിക്കും ഈ സജന റൂമിനകത്തിരുന്ന സമയത്താണ് ചേച്ചി കുറച്ച് എംഡിഎമ്മായിട്ട് അതിനകത്ത് പോയിരുന്നതും. അവരുടെ വീട്ടിൽ പോയെന്നാണ് അവർ പറയുന്നത്. ശരിക്കും അങ്ങനെ വീട്ടിൽ പോയിരുന്നു, അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് 3 വട്ടം. അത് ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കും. ഇവർ തമ്മിലുള്ള കോൺട്രവേഴ്സിയുടെ ഇടയ്ക്ക് പ്രശ്നങ്ങളിലൊക്കെ ഇവരെ സഹായത്തിനായിട്ട് വിളിക്കുന്ന ആളുകളാണ്. ഞാൻ മാത്രമല്ല ഒരുപാടധികം ആൾക്കാരുണ്ട്, അവരൊക്കെ സഹായത്തിനായിട്ട് വിളിക്കുക. ഇപ്പൊ നിലവിലുള്ള അവസ്ഥ എന്താണ് റസൂൽ പൂക്കുട്ടിയുടെയും? അയാളുടെ അവസ്ഥ എന്ന് പറയുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഇവർ ഭീഷണിപ്പെടുത്തുവാണ്. എനിക്ക് പ്രത്യേകിച്ച് അയാളെന്ന് പറയുന്ന ഒരാളിൽ അയാളെ ഫേവർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. അയാളെ നല്ലതാണെന്ന് ഞാൻ അയാളെ പറയത്തില്ല. കാരണം അയാളുടെ കയ്യിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. കേസ് എന്റെ കേസ് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എഫ്ഐആർ അവർക്ക് എതിരെ ഇരിക്കുന്നത് BNS ആക്ടിൽ 296(b)യും 351(2)ഉം 79-ഉം 3/5 അതാണ് എടുത്തിട്ടേക്കുന്നത് അവർക്കെതിരെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സൈബർ കേസും കമ്മീഷൻ ഓഫീസിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിഫമേഷൻ സ്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ഭീഷണിപ്പെടുത്താണെന്നാണ് പറയുന്നത്. അയാൾക്ക് ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾക്ക് സൂയിസൈഡൽ ത്രെട്ടണിങ്ങും അയാൾക്ക് ഇതൊക്കെയാണ് വരുന്നത്. അയാൾ ഇതിനകത്ത് ഇതല്ല, ഇയാസനയ്ക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, ഈ ത്രെട്ടന്റെ ഭാഗം അയാളല്ല എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് തന്നെ സമ്മതിച്ചു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടാണ് ഒരു ചിത്രം വന്നതായിട്ടാണ് പറയുന്നത്. അതെ അതെ. ശരിക്കും പ്രഗ്നന്റ് ആണോ? അല്ല, അവർ പ്രഗ്നന്റ് ആണോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ വരുന്നത് അവരുടെ അക്കൗണ്ട് വഴിയാണ്. ആ അക്കൗണ്ട് വഴി വന്ന സാധനം അവരാരോപിക്കുന്നത് മറ്റാളുകൾ, അതായത് നമ്മൾ ആരൊക്കെയോ ആണ് ചേർന്ന് അത് ചെയ്തത്, അങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇവർ ഫെബ്രുവരി ഒരു ദിവസം ഇതേപോലെ തന്നെ പ്രഗ്നന്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് ഒരു കാർഡ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പുറത്ത് പിന്നെ ഇയാൾ എന്തോ ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഇടയിലുള്ള വർക്ക് നടക്കുന്നു. അതിൽ ഇവർ ഈ പറഞ്ഞത് മാതിരി എന്താ വെച്ചാൽ ഡീലിംഗ് എന്തോ നടക്കുന്നു. അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ആവുന്നു. രണ്ടാമത് വീണ്ടും അവർ ഏപ്രിൽ മാസത്തിൽ ഇതേപോലെ തന്നെ അവരുമായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ട്, അയാളുമായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതും അവർ ഈ പറഞ്ഞതുപോലെ ത്രട്ടൺ ചെയ്തിട്ട് ഉടനെ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങളൊക്കെ അപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് പബ്ലിക് ആയത്. ഇവരുടെ റിലേഷൻ സജന തന്നെ പബ്ലിക്കിൽ ഇട്ടിട്ടാണ് പബ്ലിക് ആകുന്നത്, അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള ആളുകളെ വെച്ച് നമുക്കെതിരെ ഒരു ഇല്ലീഗൽ അലിഗേഷൻ വെച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാം എന്ന സാധ്യതയിൽ ആ വിഷയത്തെ അപ്പം മറക്കും എല്ലാവരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതി. പക്ഷെ അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു 2 ആഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ടൈമായിരുന്നു. ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയി എൻ്റെ ജോലികളൊന്നും ചെയ്യാതെ എനിക്ക് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു ഞാൻ. സോ ഇന്ന് എനിക്ക് അതിൻ്റെ പ്രൂവ് ചെയ്യാൻ പറ്റിയതും അതിൻ്റെ അകത്ത് എല്ലാ എവിഡൻസും എൻ്റെ കയ്യിൽ
എനിക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു കണക്കിന് റെയ്ഡ് നടന്നാൽ നന്നായി. കാരണം ക്ലിയർ ചീട്ട് കിട്ടിയല്ലോ. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും എല്ലാം കൊണ്ടും എൻ്റെ ഭാഗം ക്ലിയർ ആണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇതായി. ഇനി അവർ തന്നെ യൂട്യൂബിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിതെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയണം. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്താൽ പറ്റൂ. ബാക്കി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അല്ലല്ല, കേസ് മുന്നോട്ട് പോട്ടെ. അതായത് അവർ പബ്ലിക്കിൽ ഇത് പ്രൂവ് ചെയ്താൽ ചെയ്യാമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പബ്ലിക്കിൽ അവർ ചെയ്യണം. അവർ പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞതാണ്. അത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അവരത് പബ്ലിക്കിലും വെല്ലുവിളിച്ചിട്ടുണ്ട്. അതവരെന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. പക്ഷെ അത് മാപ്പ് പറഞ്ഞാൽ തീരുമല്ലോ. അതെന്റെ കേസിന്റെ വഴിക്ക് പോകും. അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞ സാധനം. കാരണം പൊതുസമൂഹത്തിന്റെ മുമ്പിലാണ് ഒരു ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ, എന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടി അവർ വന്നത്. അവർ ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പൊ റസൽ പൂക്കുട്ടി ആകെ പെട്ടിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞു റസൽ പൂക്കുട്ടിയുടെ ലൈഫ് മൊത്തത്തിൽ ഇത് പൈസയ്ക്ക് വേണ്ടി ആണ്. ഈ സ്ത്രീ ഇതിനു മുമ്പും ഈ ഫിറോസ് ഖാൻ നടത്തിയ ഒരു വീഡിയോക്കകത്ത് ഈ സ്ത്രീ പല ആളുകളുടെ അടുത്ത് നിന്നും 17 ലക്ഷം, 10 ലക്ഷം, 9 ലക്ഷം, 8 ലക്ഷം ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിച്ച് ഇങ്ങനെ അവർക്ക് അവരുടെ എന്താ പറയാ ആളുകളെയൊക്കെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രൂഫൊക്കെയാണ് ഫിറോസ് ഖാൻ ഒരു വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു ഹണി ട്രാപ്പ് തന്നെ. അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹണി ട്രാപ്പാണ്. റസൂൽ പൂക്കുട്ടി ചെയ്തത് ഹണി ട്രാപ്പാണ്. റസൂൽ പൂക്കുട്ടി നല്ലവനെന്നുള്ള ക്ലിയർ കട്ട് ഇമേജ് ഒന്നും നമുക്ക് ആർക്കില്ല. പക്ഷെ അയാളെ ഹണി ട്രാപ്പാണ് ചെയ്തത്. അയാൾക്ക് മിണ്ടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് അയാൾ പബ്ലിക്കിലേക്ക് വന്ന് പറയാത്തതെന്ന് പറഞ്ഞാൽ അയാൾക്കും നാണക്കേടുണ്ട്. അയാളുടെയും പ്രശ്നം, അയാളുടെ ഡിഗ്നിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അയാളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്ന അയാളുടെ കുടുംബം അയാളുടെ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബം പറയുന്നത് കേട്ടാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് അയാളുടെ കണ്ടീഷൻ. ഞാൻ കേസ് ഫയൽ ചെയ്തു. എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് മുരളി സാറാണ്. സാറിൻ്റെ അടുത്താണ് കൊടുത്തിരിക്കുന്നത് കേസ്.